കച്ചോടി മാണിക്കൂത്ത് മാത്രമല്ലല്ലോ കടത്തനാട്, കാട്ടിക്കൊടുക്കാം കണ്ടാച്ചിരി അവർക്ക്. ആഹാ, പാല് കുടിക്കുക കണ്ടാച്ചേരി. എന്റെ കൂടെ തച്ചോടി പൊട്ടനുണ്ട്. അവനൊന്നും കൊടുക്കാതെ എനിക്ക് ഒന്നും അങ്ങോട്ട് ഇറങ്ങില്ല ചാത്തൂത്തമ്മ. എന്ത് തച്ചോളിലൊരു പൊട്ടനോ? കാക്കയില് ചേകോലുണ്ടാവോ? അവൻ അവിടുത്തെ വേലക്കാരനാ. ഞാൻ ഉണ്ടെങ്കിലേ അവൻ എവിടെ നിൽക്കും. ആ ആ ഇതാ വരുന്നു. പുള്ളിപ്പശുവാ, അവൾക്കിന്ന് പുല്ല് കൊടുത്തിട്ടില്ല. എല്ലാത്തിനും എന്റെ കൈ എത്തണ്ടേ കണ്ടാച്ചേരി. തച്ചോടി പൊട്ടൻ അതിനെല്ലാം പറ്റും. കാലികളെന്ന് പറഞ്ഞാൽ അവൻ പ്രാണനാണ്. പൊട്ടൻ വലിയ ഉത്സാഹിയാണല്ലോ കണ്ടാച്ചേരി. ഒരു കാര്യമുണ്ട് ചാത്തോത്തമ്മ, പൊട്ട് മഹാ പേടിത്തോണ്ടന. ആ എന്താ ഇത്ര പേടിക്കാൻ? ഒന്നുമില്ല, അവൻ പുറത്ത് കിടക്കില്ല. രാത്രിയാ അവന് മുഴുവൻ പേടി. അതിനെന്താ? ഊണ് കഴിച്ച് രണ്ടുപേരും അകത്ത് കിടന്നോളൂ. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. കപടവേഷം കെട്ടിയിട്ടല്ല കുലമംഗമാരുടെ കിടപ്പറയിൽ കയറേണ്ടത്. ക്ഷമിക്കണം, എനിക്ക് നിന്റെ അമ്മയുടെ സ്വഭാവം നല്ലവണ്ണം അറിയാം. കപടവേഷത്തിലായിരുന്നില്ലെങ്കിൽ ഈ സമാഗമം സാധിക്കുമായിരുന്നു. അരിവാൾ പോലെ വളഞ്ഞ ഞാൻ വടകര അങ്ങാടിയിൽ കാക്കയെ തെളിക്കാൻ പോകേണ്ടവളല്ലേ? അങ്ങനെ പറഞ്ഞു പോയതിൽ ഞാൻ വേണ്ടത്ര അനുഭവിച്ചു കഴിഞ്ഞു. മറക്കാനും പൊറുക്കാനും കുങ്കിക്ക് കഴിവുണ്ടെന്ന് ഞാൻ കരുതി. എനിക്കതൊന്നും സഹിക്കാനുള്ള കരുത്തുണ്ടായില്ല. ഇനി എന്തിനും കരുത്തുള്ളവളായിരിക്കും എന്റെ കുങ്കി. കഠാരയും കനത്ത ഉറുമിയും പിടിച്ച കയ്യിൽ നിന്ന് പുടവ ഈ പനിനീരിതളിൽ വീഴുമ്പോൾ വേദനിക്കുമോ എന്റെ കുങ്കി? ഭഗവാൻ എന്റെ ആഗ്രഹം നിറവേറ്റും. ഇനി കുറച്ച് താളി തരാം. ഇനി താളിയല്ലല്ലോ, പിന്നെ കിളിവാലും വെട്ടിലല്ലേ തരേണ്ടത്. എടീ, എന്താണത്? ആരാണവിടെ? അയ്യോ അമ്മ, ഞാനാണമ്മേ, തച്ചോളി പൊട്ടൻ. ഇപ്പൊ തച്ചോളി ഒതേരനായി. ചതിച്ചോ നിന്നെ? ഞാൻ എന്നെ ചതിച്ചതിന് പകരം ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇതായിരുന്നു കണ്ടാച്ചിയുടെ പണിയല്ലേ? നിന്നെ ഞാൻ ചാത്തന്നെ അടി ചാപ്പനല്ല, നിങ്ങളുടെ തലണയ്ക്കാണ്. എടാ ചതിയാ, മകളുടെ പുടമുറിക്ക് ഒരു നേരത്തെ ചോറ് തരണേ. അയ്യോ ചൊക്കൻ, അയ്യോ നാശം എവിടെയും വന്നു. ചന്തുവായിരുന്നു. ഞാൻ വിചാരിച്ചു ചൊക്കനല്ലേ കാക്ക. വടകരങ്ങാടിയിലെ കൊപ്പര കുത്തുന്ന കാക്ക. അല്ല ഇപ്പൊ ചന്ദനിപ്പോ ആ ജോലിയുണ്ടോ? കുങ്കിത്തമ്പരാട്ടിക്ക് കൊപ്പരയ്ക്ക് കാക്ക തെളിക്കാമെങ്കിൽ എനിക്കും. എടാ എരപ്പേ, എടാ നല്ല നല്ല കുടുംബത്തിലെ പെങ്കുച്ചുങ്ങൾക്ക് കല്യാണാലോചന വന്നാൽ അത് മുടക്കാൻ കുറച്ച് ആളുകൾ. എടാ
കുങ്കിത്തമ്പരുടെ കല്യാണം മുടക്കാൻ നീ ശ്രമിച്ചിട്ട് നടന്നോടാ? എടാ നടന്നോന്നാ ചോദിക്കുന്നത്. ചന്തു ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല. ആഹാ, നീ ഒന്നും അറിഞ്ഞില്ല. നീ എന്തോടാ കുങ്കിത്തമ്പരട്ടിയെ പറ്റി പറഞ്ഞോണ്ട് നടന്നത്? ഓ, അരിവാള് പോലുള്ള ശരീരം, നിന്നെ ഞാൻ ചന്തു ചിരിത പുറകെ വരുന്നുണ്ട്. ഒരു ഭർത്താവിനെ ദേഹോദ്രം ഏൽപ്പിക്കുന്ന ആര് കണ്ടാലും സ്വന്തം ഭാര്യ കാണരുത്. ഓഹോ, അവളും ഇത് കാണണം. എടാ, നിന്റെ മേത്തുണ്ട് കുറെ അഴുക്ക്. ഈ വീശപ്പലക്കുന്ന പോലെ നിന്നെ ഒന്ന് അലക്കെടുക്കേണ്ട ആവശ്യമുണ്ട്. എടാ, നിന്നെ ഞാൻ വെറുതെ നിന്നെ നിന്നെ ഞാൻ നീ വന്ന് നന്നായി കേട്ടോ. ദേ ഇവരെ എന്നെ ഏൽപ്പിച്ചു പോയിട്ട് വളരെ നേരമായി. ഇത് എടുത്തോളൂ. അയ്യോ, ഞാൻ മുമ്പേ പോകാൻ നീ പുറകെ വന്നോന്നും പറഞ്ഞല്ലേ പോയത്. എവിടെ പോയി തുറഞ്ഞ? അതെ, ഇതൊന്ന് പിടിച്ചു തന്നെ. കണ്ടവന്റെ വിഷു നോക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. വേണമെങ്കിൽ എടുത്തോണ്ട് നീ പോ. അയ്യോ, ഞാനാണ്, എന്നെ അടിച്ചു വിടാ. അല്ല, നിങ്ങളെങ്ങനെ ഈ വിഴുപ്പുകെട്ടിന്റെ അകത്തായത്? ഞാൻ ആ ചന്തുവിനെ പറ്റിക്കാൻ ചെയ്തതാണ്. അവനങ്ങ് പേടിച്ചരണ്ടുപോയി. അവന്റെ വിചാരം അവന് മാത്രമേ കൂടോത്രം മന്ത്രാദം ഒക്കെ അറിയാവുന്നു. നീ വന്നില്ലായിരുന്നു അവൻ ചത്തുപോയത്. ഏതായാലും നിങ്ങൾ ചത്തില്ലല്ലോ, അത് മതി. പയ്യമ്പള്ളി വരുന്നുണ്ട്. കടി കയറി വരുന്നത്